കൊല്ലാൻ വേണ്ടി കഴുത്ത് നിൽക്കുന്ന സാഹചര്യം, ചിലപ്പോൾ കുട്ടിയെ കൊന്ന് അമ്മ ആത്മഹത്യ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അവരുടെ ഡോക്ടറെ കാണണം, സൈക്കാട്രിസ്റ്റ് കാണണം, മരുന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടിയെ കൊല്ലണ ചിന്ത അല്ലെങ്കിൽ ആത്മഹത്യ ചിന്ത വന്ന നിർബന്ധമായിട്ടും അവർ അഡ്മിറ്റ് ആക്കണം. നിലവിലെ പഠനങ്ങൾ പറയുന്നത് 10% സ്ത്രീകൾക്ക് അവരുടെ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ വരാം. ഇതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം സിംറ്റംസ് കൂടാം. പ്രത്യേകിച്ച് കുട്ടി പാല് കൊടുക്കുന്ന ഇടക്കിടക്ക് എണീക്കും, അപ്പൊ അവരുടെ ഉറക്കം ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്, മിസ്സാവുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്നത് ഇവർക്ക് ഓൾറെഡി ഹോർമോൺ വ്യതിയാനങ്ങൾ വരുന്നുണ്ട് ഡെലിവറിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം. പിന്നെ സംഭവിക്കുന്നത് പെട്ടെന്ന് കരച്ചിൽ വരും, കുട്ടിനെ നോക്കാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മൾ ഭർത്താക്കന്മാരെ ദേഷ്യം വരുന്നു. ചിലപ്പോൾ തോന്നുന്നു ഞാൻ എന്താ ജീവിക്കുന്നില്ല, മരിക്കണം, ആത്മഹത്യ ചെയ്യണം. അപൂർവമായി സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു 5 വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് 1-2 കേസ് കുട്ടിയെ കൊല്ലണം എന്ന് ചിന്ത. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സിവിയർ ആവുമ്പോൾ ചില രോഗിക്ക് ആ ഇൻസൈറ്റ് ഉണ്ടാവില്ല. എനിക്ക് രോഗമുണ്ട്, ഇതൊക്കെ എന്റെ രോഗത്തെ ലക്ഷണം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂമാര് ഒക്കെ പറയുന്നത് എന്താ, ഇവരിത് കളിക്കുകയാണ്, അവള് ഷോ കാണിക്കുകയാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാണിക്കുകയാണ്. ചില ഭർത്താക്കന്മാരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതൊരു രോഗമാണ്, നിങ്ങൾക്ക് മാത്രമല്ല, വളരെ സാധാരണമാണ്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത് സങ്കീർണമാവാം. ചിലപ്പോൾ ആത്മഹത്യ ചിന്തയിലോട്ട് അല്ലെങ്കിൽ കുട്ടി ഉപദ്രവിച്ച ചിന്തയിൽ വരാം. 1-2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ കുറെ ആൾ കൺവിൻസ് ആവും,